നമസ്കാരം. പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം. വൈദ്യുതി സബ്സ്റ്റേഷനിലെ പൊട്ടിത്തെറിയെ തുടർന്ന് ഹീത്രോ വിമാനത്താവളം അടച്ചിട്ട സംഭവത്തിൽ അടിയന്തര അന്വേഷണത്തിന് യുകെയുടെ എനർജി സെക്രട്ടറി എഡ് മിലിബാർഡ് ഉത്തരവിട്ടു. നാഷണൽ എനർജി സിസ്റ്റം ഓപ്പറേറ്ററുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം യുകെയുടെ ഊർജ്ജ പ്രതിരോധ ശേഷിയെക്കുറിച്ച് വ്യക്തമാക്കുകയും റിപ്പോർട്ട് നൽകുകയും ഇത്തരം സംഭവങ്ങൾ തടയുന്നതിന് സഹായിക്കുകയും ചെയ്യുമെന്ന് എനർജി സെക്യൂരിറ്റി വകുപ്പും നെറ്റ് സീറോയും പറയുന്നു. പൊട്ടിത്തെറിയെ തുടർന്ന് ഏകദേശം 18 മണിക്കൂറാണ് യൂറോപ്പിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം അടച്ചിടേണ്ടി വന്നത്. വിമാനത്താവളത്തിലേക്ക് വൈദ്യുതി വിതരണം ചെയ്യുന്നത് സബ്സ്റ്റേഷനിൽ നിന്നായിരുന്നു. പൊട്ടിത്തെറിയെ തുടർന്ന് വിമാനത്താവളത്തിൽ വൈദ്യുതി ലഭിക്കാത്തതുമൂലം ആയിരക്കണക്കിന് വിമാന സർവീസുകളാണ് റദ്ദാക്കേണ്ടി വന്നത്. സർവീസ് റദ്ദാക്കൽ ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് യാത്രക്കാരെയാണ് ബാധിച്ചത്. വിമാനത്താവളത്തിൽ നിന്ന് ഏകദേശം 3.2 കിലോമീറ്റർ അകലെയുള്ള സബ്സ്റ്റേഷനിലാണ് വ്യാഴാഴ്ച അർദ്ധരാത്രിക്ക് തൊട്ടു മുൻപായി തീപിടുത്തമുണ്ടായത്. തീ നിയന്ത്രണ വിധേയമാക്കാൻ അഗ്നിശമന സേനാംഗങ്ങൾക്ക് ഏകദേശം 7 മണിക്കൂറാണ് വേണ്ടിവന്നത്. സബ്സ്റ്റേഷനിലെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളെക്കുറിച്ച് ലണ്ടൻ അഗ്നിശമന സേന അന്വേഷണം നടത്തിയെങ്കിലും യാതൊരു തകരാറുകളും അധികൃതർ കണ്ടെത്തിയിട്ടില്ല. തീപിടുത്തത്തെ തുടർന്നുണ്ടായ വൈദ്യുതി തടസ്സത്തിൽ 16,300-ലധികം വീടുകളിൽ വൈദ്യുതി മുടങ്ങുകയും പരിസര പ്രദേശങ്ങളിൽ നിന്ന് ഏകദേശം 150 പേരെ ഒഴിപ്പിക്കുകയും ചെയ്തു. ഹീത്രോ വിമാനത്താവളത്തിൽ നേരിട്ട യാത്രാ തടസ്സത്തിൽ വിമാനത്താവളത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് തോമസ് വേർഡ്ബൈ യാത്രക്കാരോട് ക്ഷമാപണം നടത്തി. തിരക്ക് ലഘൂകരിക്കുന്നതിനായി രാത്രികാല വിമാനങ്ങളുടെ നിയന്ത്രണങ്ങളും താൽക്കാലികമായി നീക്കിയതായി ഗതാഗത വകുപ്പ് അറിയിച്ചു. സബ്സ്റ്റേഷനിൽ ഉണ്ടായ അപകടത്തെ തുടർന്ന് ഹീത്രോ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ഏതാണ്ട് പൂർണ്ണമായി നിലച്ചതോടെ ഹീത്രോവിൽ നിന്നും യാത്ര തിരിക്കേണ്ടതും ഇവിടേക്ക് വരാനിരുന്നതുമായ 1350 സർവീസുകൾ അവതാളത്തിലാവുകയായിരുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇത് യാത്രക്കാർക്ക് കടുത്ത ദുരിതങ്ങളാണ് നൽകിയത്. ഇത് കാരണം യാത്ര മുടങ്ങിയവരുടെ നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടോ എന്നതടക്കം പല ചോദ്യങ്ങളും ഉയർന്നിരുന്നു. ബ്രിട്ടനിലും യൂറോപ്യൻ യൂണിയനിലും നിലവിലുള്ള ഡിനൈഡ് ബോർഡിംഗ് റെഗുലേഷൻ, അതായത് ബ്രിട്ടനിൽ ഇത് UK 261 എന്നും യൂറോപ്യൻ യൂണിയനിൽ EU 261 എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഈ നിയമപ്രകാരം ബ്രിട്ടനോ യൂറോപ്യൻ യൂണിയനോ ആസ്ഥാനമായ ഒരു എയർലൈൻ കമ്പനിയുടെ വിമാനത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ബ്രിട്ടനിലെയോ യൂറോപ്യൻ യൂണിയനിലെയോ ഒരു വിമാനത്താവളത്തിൽ നിന്നാണ് നിങ്ങളുടെ യാത്ര ആരംഭിച്ചതെങ്കിൽ ഹീത്രോവിലെ അപകടവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിമാനം റദ്ദാക്കാൻ പോവുകയോ ആണെങ്കിൽ നിങ്ങൾക്ക് കമ്പനിയുടെ സഹായം ലഭിക്കും. താമസ സൗകര്യം ഉൾപ്പെടെയുള്ള പാക്കേജ് ഹോളിഡേ ആണ് ബുക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ പാക്കേജ് ട്രാവൽ റെഗുലേഷൻ വഴി ഉപഭോക്താക്കൾക്ക് അധികം സംരക്ഷണം ലഭിക്കും. നിങ്ങളുടെ വിമാനം റദ്ദ് ചെയ്തിട്ടുണ്ടെങ്കിൽ പണം മുഴുവൻ മടക്കിത്തരാൻ ആവശ്യപ്പെടാം. അല്ലെങ്കിൽ റീറൂട്ടിംഗ് എന്ന് പൊതുവെ പറയുന്ന പകരം സംവിധാനം ഏർപ്പെടുത്താൻ കമ്പനിയോട് ആവശ്യപ്പെടാം. പകരം സംവിധാനമാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്കായി അത് ഒരുക്കാൻ കമ്പനി ബാധ്യസ്ഥമാണ്. കമ്പനി ഒരുക്കുന്ന സർവീസിനേക്കാൾ വേഗത്തിൽ മറ്റൊരു വിമാന കമ്പനിയുടെ വിമാനമുണ്ടെങ്കിലോ അതല്ല ട്രെയിൻ, ബസ് തുടങ്ങി മറ്റു ഗതാഗത സംവിധാനങ്ങളുണ്ടെങ്കിലോ നിങ്ങൾക്ക് അതിൽ ബുക്ക് ചെയ്തു നൽകാൻ കമ്പനിയോട് ആവശ്യപ്പെടാം. അതേസമയം നിങ്ങൾ UK-യിൽ ജീവിക്കുന്ന വ്യക്തിയും വിമാനം റദ്ദു ചെയ്യപ്പെട്ട സമയം നിങ്ങൾ വീട്ടിലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ വിമാനത്താവളത്തിൽ നിന്നും അധികം ദൂരെ അല്ലാതെയാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് താമസ സൗകര്യം കമ്പനി നൽകുകയില്ല. എന്നാൽ പകരമൊരുക്കിയ വിമാന സർവീസ് അതിരാവിലെയാണ് പുറപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് വിമാനത്താവളത്തിനടുത്തായി താമസം ഏർപ്പെടുത്താൻ ആവശ്യപ്പെടാം. അതുപോലെ നിങ്ങളുടെ വിമാനം വഴിതിരിച്ച് വീട്ടിൽ നിന്നും ഏറെ ദൂരെയുള്ള വിമാനത്താവളത്തിൽ ഇറങ്ങിയാലും നിങ്ങൾക്ക് താമസ സൗകര്യം ആവശ്യപ്പെടാം.